ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ശനിയാഴ്ച ദിവസത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ വർക്കും ഡീറ്റെയിലും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ കുറച്ച് കലാപരിപാടികളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തുടക്കം തന്നെ, അതായത് രാവിലെ തന്നെ നമ്മൾ തുടങ്ങിയത് ആ ഒരു പല്ലുപറി സീനിലാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് പല്ല് ആടിക്കൊണ്ട് നിൽക്കണ്ടായിരുന്നു മോളുടെ. അപ്പോൾ അത് ഇന്നാണ് രാവിലെ തന്നെ പറിച്ച് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, സങ്കടത്തിലാണ് കേട്ടോ മോൾ നടക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളത് സിലോപ്പിയ, അമ്മയുടെ അവിടെ സിലോപ്പിയ എന്നാണ് കേട്ടോ പറയുക. ഓരോരുത്തർ ഈ തിലോപ്പിയ എന്നൊക്കെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിനെന്താ പറയുകയെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ആ ഒരു മീൻ വാങ്ങിയിട്ട് നമുക്കൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് തേച്ചിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മോളുടെ സ്കൂളിൽ കലാപരിപാടിയാണ്, അതായത് ആനുവൽ ഡേ ആണ്. അപ്പോൾ അവൾ ഒപ്പനയ്ക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് വർക്കിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോൾക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ കൊടുത്തിട്ട് 12:30 സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പറഞ്ഞയച്ച ശേഷമാണ് നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. 12:30 പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നത്. പരിപാടി തുടങ്ങുന്നത് 5:30-ക്കാണ്. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം 5:30-ക്ക് നമുക്ക് റെഡിയായിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇന്ന് വന്ന് നമ്മുടെ മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എന്താ പറയുക, ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേറൊരു രീതിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്തതാണ്. ഈ സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് കടന്നു വന്ന വഴികളും അതുപോലെ നമുക്കുണ്ടായ ഒരു അനുഭവമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് 32 പീസാണ് കേട്ടോ. അപ്പോൾ ഈ 32 പീസ് നമ്മൾ മുമ്പ് ചെയ്ത സെയിം മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ ചേഞ്ചിൽ മാറ്റമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് പീസ് ഉണ്ടല്ലോ, അതായത് ഈ ഡിസൈനുള്ള ഈ മെറ്റീരിയലിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കളറാണെങ്കിലും എന്താ സ്കൈ ബ്ലൂ അല്ല, അതിലും വെച്ച് കുറച്ചും കൂടി നല്ലൊരു കളറാണ് കേട്ടോ. തുണി റയോൺ മെറ്റീരിയലാണ്. അതിൽ കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ട് നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ടൈപ്പിലുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതായത് നമ്മൾ യോക്കിൽ ഈ വർക്ക് പീസ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്വശത്തും വർക്ക് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവ്സിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ 32 പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തമ്പനയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ ഒരുമ്പെട്ടൽ, അതായത് നമ്മൾ സ്ത്രീകൾ വിചാരിച്ച എന്തൊരു പ്രയാസപ്പെട്ട കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ലേ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അതായത് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ രാവിലെ മുതൽ ഫുൾ ബിസി ടൈം ആയിരുന്നു കേട്ടോ. അതായത് രാവിലെ മോളുടെ പരിപാടിക്ക് അവളെ പറഞ്ഞയക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇതൊക്കെ നടക്കുമോ ഇല്ലെങ്കിൽ 5:30-ക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്കൂളിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന സമയമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഇല്ലെങ്കിൽ കാരണം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിട്ടില്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്താൽ നീങ്ങില്ലല്ലേ. പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ റോബോട്ടിനേക്കാളും സ്പീഡിലായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഫ്രീ ടൈം അടക്കം നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും എത്രമാത്രം ഉണ്ടെന്ന് ഇതുപോലെയൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ മോളെ രാവിലെ തന്നെ റെഡിയാക്കി അവൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് അവളെ 12:30-ക്ക് ക്ലാസ്സിലേക്ക് പ്രാക്ടീസിന് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ പറഞ്ഞയച്ച് അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ഈ വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓട്ടിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സെയിം മോഡലിൽ നമ്മൾ മുമ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ച ശേഷമാണ് കേട്ടോ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പത്തിനും സമയം വിചാരിച്ചതിൽ അപ്പുറം ആയിട്ടുണ്ടായിരുന്നു. 5:30-ക്ക് ഞാൻ ഇറങ്ങണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഒരു 5:45 ആയിട്ടോ നമുക്ക് ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മളിതാ മോളുടെ സ്കൂളിലേക്ക് പോവുകയാണ്. റെയിൽവേ കോളനി ഹേമാംബിക നഗറിൽ ഒരു ഓഡിറ്റോറിയത്താണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും റെഡിയായി ഇതാ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ, കുറച്ച് കുട്ടികൾ. അപ്പോൾ ജഡ്ജസൊക്കെ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഇതാ നമ്മുടെ മോളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കയറി പോകുമ്പോൾ തന്നെ അവൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് തന്നെ ആളെ മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അവൾ ഒപ്പനയ്ക്ക് റെഡിയായിട്ട് ഇതാ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ പല്ലും കൂടിയും പോയപ്പോൾ ചിരിക്കാൻ അവൾക്കൊരു മടിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ റയ ഫാത്തിമ അവളും അതുപോലെ വേറൊരു പരിപാടിക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ, ഡാൻസിന്. അപ്പോൾ രണ്ടുപേരെയും കൂടി ഒപ്പം നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ മോളൊരു സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് ചേരുന്നത്. അതായത് ഇതിനു മുമ്പ് ഓഫ് സ്റ്റേജ് ആയിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാം ചേർന്നിട്ടുണ്ട്, പക്ഷേ ഓൺ സ്റ്റേജ് ആയിട്ട് ആദ്യമായിട്ടാണ് ചേരുന്നത്. പക്ഷേ കുഞ്ഞു മക്കളുടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഈ ഡ്രസ്സൊക്കെ മാറ്റി അതുപോലെ മേക്കപ്പൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. പിന്നെ മാർഗം കളി, അതുപോലെ ഒപ്പന എന്നിങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനും, അതുപോലെ കുട്ടികളുടെ സന്തോഷമൊക്കെ കണ്ട് ആസ്വദിക്കാനും. എല്ലാവരും ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു ഹാളിൽ അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. സ്റ്റേജിൽ നമ്മുടെ ഇനാഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ വെൽക്കം സോങ്, അതുപോലെ സ്പീച്ച് കാര്യങ്ങൾ, ജഡ്ജസിൻ്റെ പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 6 മണിക്കാണ് കേട്ടോ പരിപാടി ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മോളുടെ പരിപാടി സെക്കൻഡ് തന്നെ ആയിരുന്നു. ഫസ്റ്റ് വേറൊരു ഡാൻസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞത് നമ്മുടെ മോളുടെ ഒപ്പന തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 16th ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് പ്രൈമറി സ്കൂളാണ്, LKG UKG മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൾ UKGയിലാണ്. അവളുടെ ഈ വർഷത്തെ കൊടുക്കാൻ ഇവിടുത്തെ പഠിത്തം കഴിയും. അപ്പോൾ ഇൻഷാല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇനി വേറൊരു സ്കൂളിലേക്ക് ചേർത്തണം കേട്ടോ. അപ്പോൾ ഒപ്പനയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. മണവാട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ അവരുടെ കൂടെ തന്നെ നിന്ന് അതിനനുസരിച്ച് മണവാട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളും ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ 7:30 ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 7:30 പരിപാടി കഴിഞ്ഞ് നമ്മൾ 8 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞാൻ വന്നതും തന്നെ ആദ്യം ഡ്രസ്സ് മാറ്റിയതും രാത്രിക്ക് ഇക്കാക്കുള്ള ഫുഡിനുള്ള കറി റെഡിയാക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ചോറിനാകുമ്പോൾ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കും, പക്ഷേ ഇക്കാക്ക് ഈ രാത്രിക്കൊക്കെ നാഷ്ടയ്ക്കാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെഷ്യലല്ലേ, ഇതുപോലെ കടലക്കറിയോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കടലയൊക്കെ ആകുമ്പോൾ നമുക്ക് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ആ കാര്യം മറന്നേ പോയിട്ടാ. അപ്പോൾ ഇതാ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇതാ മോൻ കാട്ടി വയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മുടെ കണ്ണ് ഒന്ന് ശ്രദ്ധ വിട്ടാൽ മക്കൾ എന്താ കാട്ടിക്കൂട്ടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിലും കൂടി നമുക്ക് ശ്രദ്ധ വേണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ വർക്ക് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതിൽ ശ്രദ്ധിച്ചാൽ മക്കളെ ഏത് നിമിഷം എന്താ ചെയ്ത് കൂട്ടാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരെ എല്ലാവരും മക്കളുടെ കാര്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധ കൊടുക്കാൻ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ വഴറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ചെറിയൊരു തള വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. മുട്ടക്കറി ആകുമ്പോൾ ഇപ്പോൾ മുട്ടയില്ല കേട്ടോ, കാരണം കറി മാത്രമേ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇക്കാൻ്റെ മുട്ട വാങ്ങിയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്ക വരുമ്പോൾ മുട്ട കൊണ്ടുവന്നിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കറി വെച്ചത് മാത്രമേ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടത് കൊണ്ട് തന്നെ കറി നല്ല തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് കുറുങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രാത്രിക്ക് നാഷ്ടൻ്റെ കൂടിയും കഴിക്കാം, അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും കഴിക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് തിരക്ക് പിടിച്ച് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസത്തെ കാര്യങ്ങൾ. ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ഇന്ന് നടന്ന് കിട്ടി. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം മാറ്റി വെക്കരുത്. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ ഒരു കാര്യങ്ങളും മുടങ്ങാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ രാത്രി കൊടുക്കാൻ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.